ഈ സമയം വെല്ലുവിളികൾ നിറഞ്ഞൊരു സമയമാണ്. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞതായിരിക്കുന്ന ഈ സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ നാം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. എന്നാൽ അതിലും വലിയ വെല്ലുവിളി എനിക്കുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ ഉറക്കാതെ ഇവിടെ ഇരുത്തുന്ന ഒരു വലിയ വെല്ലുവിളി എനിക്കുണ്ട്. ആ വെല്ലുവിളി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ ചില വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത് പറയാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ആമോസ് 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം: 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നമുക്ക് വളരെ കേട്ട് പരിചയമുള്ള ഒരു വാക്യമാണിത്. 2 പേർ തമ്മിൽ ഒത്തിട്ടേ ഒരുമിച്ച് നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വിഷയം നടപ്പാണല്ലോ, ദൈവത്തോടുള്ള നടപ്പാണ്. അപ്പം നടക്കുന്ന 2 പേര് തമ്മിൽ ഒത്തെങ്കിലേ ഒരുമിച്ച് നടക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മളോടൊക്കാത്ത ഒരാളുടെ കൂടെ നമ്മൾ നടക്കുമോ? നമുക്കിഷ്ടമല്ല നടക്കാൻ, നമുക്ക് നടക്കാൻ താല്പര്യമില്ല. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ഒക്കണം. ആ നടപ്പിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ബാബു ജോർസോരൻ ഉച്ചയ്ക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തോടൊപ്പം നടക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയവരാണ്. നമ്മളൊക്കെ ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അതിനെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിഷയം. ദൈവത്തോടൊപ്പം നടക്കുന്നതിൻ്റെ ആ ഒരു ത്രില്ല് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ആരുടെ കൂടിയാണ് നടക്കുന്നതെന്നുള്ളതായിരിക്കുന്ന ഒരു അവബോധം നമുക്കുണ്ടോ? നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിലെ അല്പം തലഘനമുള്ള, പേരെടുപ്പുള്ള, തലയെടുപ്പുള്ള ചില മനുഷ്യരുടെ കൂടെ നടക്കാനായിട്ട് നമുക്കൊരു വിളി കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കൂടെ നടക്കാനായിട്ട് നമുക്കൊരു വിളി അങ്ങ് വന്നു. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഒരു മോർണിംഗ് വാക്കിന് നമ്മെ വിളിച്ചെന്നങ്ങ് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ ത്രില്ല്, അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? അത് ആ നടപ്പിന് വേണ്ടി നമ്മൾ തയ്യാറാകില്ലേ? നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളായിരിക്കും നടത്തുന്നത്? രാഷ്ട്രപതിയുടെ കൂടെ നടക്കാനായിട്ട് നമുക്കൊരു ക്ഷണം കിട്ടിയാൽ രാഷ്ട്രപതി നമ്മുടെ നിലവാരത്തിലേക്ക് താണു വരട്ടെ, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ നടക്കാമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? സുബോധമുള്ളവരാരും ചിന്തിക്കില്ല. നമ്മൾ മറിച്ച് എന്ത് ചിന്തിക്കും? ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. രാഷ്ട്രപതിയുടെ ഒപ്പം നടക്കണമെങ്കിൽ നമ്മൾ അന്നു മുതലേ പിന്നെ ഒരുക്കം തുടങ്ങും, അല്ലേ? നമ്മൾ ചോദിച്ചറിയും, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുമ്പോൾ, എങ്ങനെ നടക്കണം, അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവിടെ നിൽക്കണം, അല്ലേ, എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഇതൊക്കെ നമ്മൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ കൂടെ നടക്കാനായിട്ട് നമുക്ക് നിയോഗം കിട്ടിയാൽ നാം എത്ര കരുതലോടെ, എത്ര ശ്രദ്ധയോടെ, എത്ര മുൻകരുതലുകൾ എടുത്ത് നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കും. ദൈവത്തോടൊപ്പം നടക്കാനായിട്ടുള്ള ഒരു നിയോഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം, സർവാധികാരിയായിരിക്കുന്ന ദൈവത്തോടൊപ്പം നടക്കാനായിട്ടുള്ള നിയോഗം കിട്ടിയ ആളുകളാണ് നാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നാം അതിനെ ഒരു വലിയ സൗഭാഗ്യമായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതി അതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കുവാൻ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് നാം എത്രമാത്രം ഉത്സാഹം കാണിക്കേണ്ട ആളുകളാണ്. നമുക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് ലഭിച്ച ഈ സൗഭാഗ്യത്തെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതി ആ നടപ്പിനെ നമുക്ക് പരമാവധി ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഈ ക്യാമ്പിലൂടെ നമ്മൾ പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നമുക്ക് ഓരോരുത്തർക്കും, ദൈവമക്കൾക്ക് ദൈവത്തോടൊപ്പമുള്ള നടപ്പ് കൂടുതൽ ആസ്വദിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? ദൈവത്തോടൊപ്പം നടക്കുന്നതിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നാം ഈ പല സെഷനുകളിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണല്ലോ. ഈ സെഷനിൽ നാം
പഠിക്കാനായിട്ട് പോകുന്നത് ദൈവത്തോടൊപ്പമുള്ള നടപ്പിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു, ഈ നടപ്പിൽ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ എന്തെങ്കിലും യോഗ്യത നോക്കി, നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കുവാൻ ഇല്ല എന്നുള്ള കാര്യം നാം കേട്ടു. ദൈവം കൃപയാൽ ദാനമായിട്ട് നമുക്ക് തന്നതാണ് ഈ രക്ഷ. അത് തന്നെയാണ് നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനായിട്ടുള്ള അടിസ്ഥാനം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പമുള്ള നടപ്പിന് നമുക്ക് ക്ഷണം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം, നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഓട്ടോമാറ്റിക്കലി ഈ നടപ്പ് സാധിക്കില്ല. ഈ നടപ്പ് നമുക്ക് അർത്ഥവത്താക്കി തീർക്കണമെങ്കിൽ, ആസ്വാദ്യകരമാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണത്, എങ്കിലും ഞാനത് ഒന്നുകൂടെ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാത്രമേ ദൈവത്തോടൊപ്പമുള്ള നടപ്പ് യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തോടൊപ്പമുള്ള നടപ്പിൻ്റെ ത്രില്ല് അനുഭവിക്കണമെങ്കിൽ, അതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുന്നു എന്ന് അർത്ഥമില്ല. അതിനുള്ള വിളി നമുക്ക് കിട്ടി. ആ വഴിയിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുവന്നു. ഇനി നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കേട്ടതുപോലെ എഫേസ്യ ലേഖനത്തിൽ വളരെ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടക്കുക എന്നുള്ളത്. അതൊരു ആലങ്കാരിക പ്രയോഗമാണെന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തീയ ജീവിതത്തെ ദൈവത്തോടൊപ്പം നടക്കുന്ന, ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ നടപ്പ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പത്രോസും പറയാണ്, ദൈവത്തോടൊപ്പം നടക്കുക, എല്ലാ നടപ്പിലും വിശുദ്ധരായിട്ട് നടക്കണം. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ്. പഴയ നിയമത്തിലെ ആ കൽപ്പന പത്രോസ് അപ്പോസ്തലനിലൂടെ ആവർത്തിക്കുകയാണ്. എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ് താൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അത് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തോടൊപ്പമുള്ള നടപ്പ് അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഏത് കാലത്താണെങ്കിലും വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടൊപ്പം വിശുദ്ധിയോടെ മാത്രമേ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തോടൊപ്പം നാം നടക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുണ്ടെന്ന് നമുക്കറിയാം, പിശാച്. പിശാചിന് ഒട്ടും ഇഷ്ടമല്ല ദൈവമക്കൾ ദൈവത്തോടൊപ്പം നടക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ പണി എന്താണ്? ദൈവത്തോടൊപ്പമുള്ള നടപ്പിൽ നിന്ന് നമ്മെ എങ്ങനെ പിടിച്ചു വലിച്ച് മാറ്റാം, നമ്മളെ എങ്ങനെ പുറകോട്ട് മാറ്റാം എന്നുള്ളതാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ഏദൻ തോട്ടം മുതൽ കാണുന്നത്. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ദൈവത്തോടൊപ്പം നടക്കുന്ന ആ നടപ്പ് കണ്ടിട്ട് പിശാചിന് അസൂയ തോന്നിയിട്ട് പിശാചിന് സഹിക്കാൻ പറ്റിയില്ല. പിശാച് ആ നടപ്പൊന്ന് പൊളിക്കാൻ വേണ്ടി പിശാച് അവിടെ തുടങ്ങിയതിൻ്റെ പരിപാടി. ആദമിൻ്റെ ഹവ്വയുടെ അടുത്ത് തുടങ്ങിയ ആ പരിപാടി പിശാച് ഇന്ന് എൻ്റെ നിങ്ങളുടെ അടുത്തും പയറ്റി നോക്കുന്നുണ്ട്. എല്ലാ വിശ്വാസികളുടെ അടുത്തും പിശാച് ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ആദമിൻ്റെ ഹവ്വയുടെയും അടുത്ത് അവരെ ഈ നടപ്പിൽ നിന്ന് തെറ്റിക്കുവാനായിട്ട് അവർക്ക് വന്നതായിരിക്കുന്ന പ്രലോഭനമല്ല നമുക്ക് ഇന്ന് വരുന്ന പ്രലോഭനം. പ്രലോഭനങ്ങളുടെ സ്വഭാവത്തിന് രീതികൾക്ക് വ്യത്യാസം കാണും, പക്ഷേ ആ പ്രലോഭനത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആ പ്രകൃതം ഒന്ന് തന്നെയാണ്, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുക. അതിന് പിശാച് ഒരുക്കുന്ന വഴികൾ പല വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ കരുതലോടെ, വളരെ ശ്രദ്ധയോടെ നാം നടന്നില്ല എങ്കിൽ ഏതു സമയത്തും ദൈവത്തിൽ നിന്നുള്ള, ദൈവത്തോടുള്ള നടപ്പിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് പിശാചിന് സാധിക്കും.
അവൻ വളരെ തന്ത്രശാലിയാണ്, അവൻ വളരെ ബുദ്ധിമാനാണ്. ആരെ എങ്ങനെ തെറ്റിക്കണമെന്നുള്ളത് അവൻ അറിയാം. അതുകൊണ്ട് നാം വളരെ ഈ വിഷയത്തിൽ കരുതലുള്ളവരായിരിക്കണമെന്നാണ് പറയാനുള്ളത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ നടന്ന് ശീലിച്ച ഒരു ശീലമുണ്ടല്ലോ. നമ്മളൊക്കെ നടന്നു തുടങ്ങിയത് പണ്ട് മുതലേ നടന്നു തുടങ്ങിയതാ. നടപ്പ് രണ്ട് തലത്തിലുള്ള നടപ്പുണ്ട്. ഒന്നുകിൽ ദൈവത്തോടൊപ്പമുള്ള നടപ്പ്, അല്ലെങ്കിൽ പിശാചിനോടൊപ്പമുള്ള നടപ്പ്. അപ്പോൾ നമ്മുടെ നടപ്പ് നമ്മൾ പണ്ടേ തുടങ്ങിയതാണ്. പക്ഷേ ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പണ്ട് ശീലിച്ച കുറേ ശീലങ്ങളുണ്ട്. നാം ജീവിക്കുന്ന ലോകത്തോടൊപ്പം നടന്ന് ശീലിച്ച ഒരു ശീലമുള്ളത് കൊണ്ട് അറിയാതെ നമ്മുടെ ജീവിതം ആ ശീലങ്ങളിലേക്ക് വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ലോകത്തോടൊപ്പം നടക്കാൻ, പിശാചിനോടൊപ്പം നടക്കാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. അതാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ, തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഈ നടപ്പിൽ നമുക്കുള്ള ഒരു വെല്ലുവിളി എന്താണ്, നമുക്കുള്ള ഒരു തടസ്സം എന്താണെന്നുള്ളത് താൻ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തോടൊപ്പമുള്ളതായിരിക്കുന്ന നടപ്പിനുള്ള ഒരു പ്രധാന തടസ്സം, പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വെല്ലുവിളിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പല കാര്യങ്ങളും പറയാനായിട്ടുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങൾ പറയാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധയൂന്നി പറയാമെന്നാണ് വിചാരിക്കുന്നത്. ദൈവത്തോടൊപ്പമുള്ള നടപ്പിൽ നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ലോകമാണ്. ലോകം എങ്ങനെയാണ് നമ്മെ ദൈവത്തോടൊപ്പമുള്ള നടപ്പിൽ നിന്ന് തടയുന്നത്? അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഞാൻ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ലോകത്തെ സ്നേഹിക്കരുത്. ലോകം, അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അപ്പോൾ ഈ ലോകം എന്നുള്ളതായിരിക്കുന്ന വാക്ക് എന്തർത്ഥത്തിലാണ് യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം, നാം അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണ് ലോകം? ആ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ലോകം എന്നുള്ള പ്രയോഗം, ആ പദം നിരവധി തവണ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മാത്രമല്ല, ബൈബിളിൽ പല സ്ഥലത്തും യാക്കോബ് ഉപയോഗിച്ചിട്ടുണ്ട് ആ പദം, പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ പദം, പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട് ആ പദം, കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അത് ദൈവത്തിന് എതിരെയുള്ളതായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ കുറിക്കുന്ന ഒരു പദമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഇതിനെ സ്നേഹിക്കരുത്, ഇതിനെ സ്നേഹിച്ചാൽ ദൈവത്തോട് ശത്രുതയാണ്. അപ്പോൾ ലോകമാണ് നമ്മെ ദൈവത്തോടൊപ്പമുള്ള നടപ്പിൽ നമ്മുടെ മുൻപാകെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ലോകം എന്നുള്ളതാണ് ദൈവത്തിനെതിരെയുള്ള മനുഷ്യരുടെ ഒരു പിശാചിൻ്റെ ഒരു പൈശാചിക വ്യവസ്ഥിതിയാണ് ലോകം. ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ഒരു സമൂഹമാണ് ലോകം. അവരുടെ കൂടെ നാം കൂടരുതെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താണ് ലോകം എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനം പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ഒരുവനിൽ രൂപപ്പെടുന്ന മനസ്സും ഹൃദയവുമാണ് ഈ ലോകമയത്വം, വേൾഡിനെസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ഒരുവനിൽ രൂപപ്പെടുന്ന മനസ്സും അവൻ്റെ ഹൃദയവുമാണ് ലോകമെന്ന് പറയുന്നത്. അത് ദൈവത്തിന് എതിരെയുള്ളതായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാനായിട്ട് അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുകയും ലോകത്തിൻ്റെ നിക്ഷേപങ്ങളെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ മുറുകെ പിടിക്കുകയും അതിൻ്റെ പിറകെ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകപ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത്.
നമുക്ക് ലോകത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. സത്യവിശ്വാസികൾക്ക് ലോകത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ശരിക്കും രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ലോകത്തെ സ്നേഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വാസികൾ ലോകത്തെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ലോകത്തെ സ്നേഹിക്കുന്നില്ലേ? പലപ്പോഴും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സത്യവിശ്വാസികളല്ലേ? രക്ഷിക്കപ്പെട്ടവരല്ലേ? രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കും ലോകത്തെ സ്നേഹിക്കാനായിട്ടുള്ള സാധ്യത വളരെയുണ്ട്. ആ ഒരു പ്രലോഭനമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 10 കൽപ്പനകളുടെ രത്നച്ചുരുക്കം നമുക്കറിയാം. അതിൻ്റെ രത്നച്ചുരുക്കം നാം പുതിയ നിയമത്തിൽ കാണുന്നത് ഇങ്ങനെയാണല്ലോ: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കാം. അതാണ് ന്യായപ്രമാണം പറയുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്? ദൈവത്തെയും ലോകത്തെയും കൂടെ ഒരുമിച്ച് സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നാം ശ്രമിക്കുന്നത്. നമുക്ക് ദൈവത്തെയും സ്നേഹിക്കണം, നമുക്ക് ലോകത്തെയും സ്നേഹിക്കണം. ദൈവത്തെ തള്ളിക്കളയാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. അതുപോലെ തന്നെ ലോകത്തെയും അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും നമുക്ക് താല്പര്യമില്ല. കുറച്ചൊക്കെ ലോകത്തിൻ്റെ ഒപ്പവും നമുക്ക് നടക്കണം. ഇത് രണ്ടും കൂടെ സാധിക്കില്ല. കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകിൽ നിങ്ങൾ ഒരുവൻ്റെ കൂടെ നിന്നും മറ്റവനെ തള്ളിക്കളയും. 2 യജമാനന്മാരെ സേവിപ്പാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കുക. ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് കഴിയുകയില്ല. ഈ ലോകത്തിൻ്റെ സ്നേഹവും ദൈവത്തെ സ്നേഹിക്കുന്നതും അത് രണ്ടും എക്സ്ക്ലൂസീവായിരിക്കുന്ന സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് വേറെ ഒന്നും ഇനി കയറ്റാനായിട്ട് സാധിക്കില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നിനും ഇടമില്ല. ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുകയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ലോകത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് നമുക്ക് സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമ്മളൊക്കെ പലപ്പോഴും ഈ വെല്ലുവിളി നേരിടുന്നത്. നമുക്ക് ലോകത്തെയും ദൈവത്തെയും കൂടെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ് നാം ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ലോകത്തിൻ്റെ സ്നേഹം അത് താൽക്കാലികമാണ്. 17-ാം വാക്യത്തിൽ അത് ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവേഷ്ടമോ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നതോ അത് എന്നേക്കും ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒഴിഞ്ഞു പോകുന്ന ഈ പരിപാടിയുടെ പുറകെ പോയി നാം എന്തിനാണ് നമ്മുടെ സമയം പാഴാക്കി കളയുന്നത്? നമുക്കറിയാമല്ലോ, നിലനിൽപ്പില്ലാത്ത ഒരു പരിപാടിയുടെ പുറകെ നമ്മൾ പോകാറുണ്ടോ? സാധാരണ നമ്മളാരും പോകാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം എന്താ? ഞാനിത് ചെയ്താൽ ഇതിന് വല്ല നിലനിൽപ്പുണ്ടോ? ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, അതോ നാളെ ഇത് പൊളിഞ്ഞു പോകുമോ? പൊളിഞ്ഞു പോകുന്നതായിരിക്കുന്ന, ഒഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഒരു പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരാണ് ധൈര്യപ്പെടുന്നത്? പൊളിഞ്ഞു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒഴിഞ്ഞു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിലനിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ നമ്മിൽ ആരാധനകത്ത് പോയി നമ്മൾ തലയിടും, നമ്മൾ ആരാധനകത്ത് പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അത്ര ബുദ്ധിമാന്മാരാണ് നമ്മൾ. പക്ഷേ ഇവിടെയോ, ലോകത്തോടുള്ള സ്നേഹം ഒഴിഞ്ഞു പോകുമെന്ന് വചനം പറഞ്ഞാലും നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഒന്നുകൂടെ ഒന്ന് നോക്കാം, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കുന്നയാളല്ല. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും കരുതലോടുകൂടെയൊക്കെ ഞാൻ ലോകത്തെ ഒന്ന് സ്നേഹിക്കാൻ നോക്കാം. നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും ശരി, ദൈവം പറഞ്ഞു ലോകസ്നേഹം ഒഴിഞ്ഞു പോകും. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് കഴിയുകയില്ല. അത് തീർത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി നമുക്ക് നേരിട്ടേ പറ്റൂ. ഇതെങ്ങനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും? ലോകത്തിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ്? ലോകം എങ്ങനെയാണ് നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്? നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ്, കണക്ക് കൂട്ടാത്ത വിധത്തിലാണ് ലോകം നമ്മിലേക്ക് കടന്നു വരുന്നത്. ലോകത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചതിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് അതായത് ലോകത്തിന് അതിൻ്റേതായിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്, അതിനൊരു ഫിലോസഫിയുണ്ട്, അതിനൊരു തത്വസംഹിതയുണ്ട്, ഒരു തത്വശാസ്ത്രമുണ്ട്. അതിലാണ് ലോകം ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഓപ്പറേറ്റിംഗ് രീതി, പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റേതായിരിക്കുന്ന ഫിലോസഫിയുണ്ട്, അതിന് അതിൻ്റേതായിരിക്കുന്ന വാല്യൂ സിസ്റ്റമുണ്ട്, അതിന് അതിൻ്റേതായിരിക്കുന്ന മൂല്യങ്ങളുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ആ വാക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ അവിടെ ലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് പറയാണ്, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഈ ലോകത്തിനൊരു രൂപമുണ്ട്. ഇപ്പം ലോകത്തിനൊരു ഫിലോസഫിയുണ്ട്, ലോകത്തിന് ഒരു വാല്യൂ സിസ്റ്റമുണ്ട്, ലോകത്തിനൊരു രൂപമുണ്ട്. ഇതിന് ഉള്ളിലേക്ക് ഇതിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട്, ഇതിനാൽ വശീകരിക്കപ്പെട്ട് പോവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ഈ ലോകത്തോട് അനുരൂപരാകരുത്. എന്തുകൊണ്ട് അനുരൂപരാകരുത്? അതേ പൗലോസ് തന്നെ കൊരിന്ത്യരോട് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്ന രൂപമേ അതിനുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലൻ അത് വേറൊരു ഭാഷയിൽ പറഞ്ഞു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. പൗലോസ് പറഞ്ഞു, ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകും. ലോകത്തിനൊരു രൂപമുണ്ട്. അപ്പം ലോകത്തിന് വാല്യൂ സിസ്റ്റമുണ്ട്, ലോകത്തിന് അതിൻ്റേതായിരിക്കുന്ന ഫിലോസഫിയുണ്ട്, ലോകത്തിന് അതിൻ്റേതായിരിക്കുന്ന ഒരു രൂപമുണ്ട്. അതൊക്കെ ഒഴിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോകണോ? നിലനിൽപ്പില്ലാത്തതും ഒരിക്കലും നമ്മെ സഹായിക്കില്ലാത്തതുമായ, നമ്മെ വഞ്ചിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ പുറകെ വിശ്വാസികൾ പോകരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൻ്റെ രൂപം അത് വളരെ വശ്യശക്തിയുള്ള ഒരു സംവിധാനമാണ് ഈ ലോകം എന്ന് പറയുന്നത്. വളരെ വശീകരണ ശക്തിയുള്ള ഒന്നാണ്. ആദമിനെ ഹവ്വയും എങ്ങനെയാണ് വശീകരിച്ചേ? അവിടെ കേവലം ആ പഴത്തിൻ്റെ ഭംഗിയാണോ അവരെ വശീകരിച്ചത്? ആദമും അല്ലെങ്കിൽ ഹവ്വ കണ്ടതായിരിക്കുന്ന പഴത്തിൻ്റെ ആകൃതിയോ അതിൻ്റെ കളറോ അല്ലെങ്കിൽ അത് തിന്നാൽ ലഭിക്കാൻ സാധ്യതയുള്ള ടേസ്റ്റോ ഒന്നുമല്ല ഹവ്വയെ വശീകരിച്ചത്. കാൺമാൻ ഭംഗി, കാമ്യം. പിശാച് അവരുടെ മുൻപിലേക്ക് എന്താ ഇട്ടുകൊടുത്തത്? പഴത്തിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും പിശാച് അവിടെ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഈ പഴം നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള പഴമൊന്നുമല്ല കേട്ടോ. ഈ പഴം നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുക. പ്രോട്ടീനും കൊണ്ടും വൈറ്റമിൻസും കൊണ്ടും മിനറൽസും കൊണ്ടൊക്കെ റിച്ചായിരിക്കുന്നൊരു പഴമാണ്. ഇത് കഴിച്ചാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്. ഇതൊന്നും പിശാച് പറഞ്ഞില്ല. നേരെ മറിച്ച് പിശാച് എന്താ പറഞ്ഞേ? ഇവരെ വശീകരിച്ചത് എങ്ങനെയാ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ പ്രസ്താവനയിൽ എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവിടെയാണ് ഹവ്വ വശീകരിക്കപ്പെട്ടത്, അവിടെയാണ് ആദം വശീകരിക്കപ്പെട്ടത്. അപ്പോൾ ലോകമെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ വശീകരണം തുടങ്ങിയത് അവിടെ ഏദൻ തോട്ടത്തിലാണ്. ദൈവത്തിനെതിരെയുള്ളതായിരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ തുടങ്ങി. അത് ലൂസിഫർ വീണപ്പോൾ അന്നേ തുടങ്ങിയെങ്കിലും മനുഷ്യവർഗത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് അത് തുടങ്ങുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നാണ്. അത് തുടങ്ങിയ അന്ന് മുതൽ അതിങ്ങനെ വളർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക്, വിശ്വാസികളുടെ ഇടയിലേക്ക് പോലും സ്വാധീനം ചെലുത്തി അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വളരെ വശ്യശക്തിയുള്ള ഒന്നാണ് ഈ ലോകമെന്ന് പറയുന്നത്. അതിൻ്റെ ഭംഗിയിൽ, അതിൻ്റെ ഫിലോസഫിയും അതിൻ്റെ രൂപവും അതിൻ്റെ സിസ്റ്റവുമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളം ഇറക്കി പോകും അല്ലേ? അപ്പോൾ ഇതൊന്ന് തൊട്ട് നോക്കിയാലോ, ഒരു കൈ ഒന്ന് നോക്കിയാലോ ഒരു താല്പര്യം എല്ലാവരുടെ ഉള്ളിൽ വരും. ലോകം അങ്ങനെയുള്ള ഓഫറാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നല്ല ഓഫറുകൾ വന്നാൽ നമ്മളൊക്കെ വീണു പോകും. ഓഫറിൻ്റെ കാലമാണല്ലോ അല്ലേ? ഓഫർ പെരുമഴക്കാലമാണ് ഇപ്പോഴത്തെ ലോകമെന്ന് പറയുന്നത്. എല്ലാം ഓഫറാണല്ലേ? അപ്പോൾ നമ്മുടെ മുൻപിൽ ലോകം അങ്ങനെ ഓഫർ വെച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളറിയാതെ അതിൻ്റെ ഭംഗി കണ്ടിട്ട്
കാണാൻ ഭംഗിയുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ, ഞാനിത് ശ്രദ്ധിച്ച് ചെയ്തോളാം, അപകടത്തിലൊന്നും വീഴാതെ ഞാൻ എങ്ങനെ ലോകത്തെ ആസ്വദിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ്. നമ്മൾ മിടുക്കന്മാരായതുകൊണ്ട് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയാ. പാഴാക്കി കളയാ നമ്മുടെ ബുദ്ധി. എന്തിനാ? ലോകത്തെ എങ്ങനെ നമുക്ക് അപകടരഹിതമായ വിധത്തിൽ ആസ്വദിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ കുബുദ്ധിയാണ്. അത് നമ്മുടെ നമുക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭവും വരുത്തുന്ന ബുദ്ധിയല്ല. നമ്മുടെ ബുദ്ധി വെറുതെ നമ്മൾ കളയരുത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പുറകെ നമ്മൾ പോകരുത്. ഈ ലോകത്തിനൊരു സിസ്റ്റമുണ്ട്. ലോകത്തിൻ്റെ വശ്യശക്തി അപാരമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ പോകരുതെന്നാണ് ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഇതിൻ്റെ ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്ന ആളാരാണ്? പിശാച്, ഈ ലോകത്തിൻ്റെ ദൈവം. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് കേവലം ഈ മെറ്റീരിയൽ വേൾഡ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നുള്ളതായിരിക്കുന്ന വാക്കുകൊണ്ട് എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ദൈവമാണവൻ. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. 2 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവമാണവൻ. അപ്പോൾ അവൻ്റെ കഴിവ് അപാരമാണ്, അവൻ്റെ ശക്തി അപാരമാണ്. അവൻ നമ്മെ സ്വാധീനിക്കാനായിട്ട് വളരെ ശ്രമിക്കും. വിശ്വാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ലോകത്തിൻ്റെ സ്നേഹം നമ്മെ വശീകരിക്കാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യണം? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ഈ ലോകത്തിലുള്ളതൊക്കെ അത് ദൈവത്തിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്നാണ്, അത് ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു വിശ്വാസി ലോകത്തിലേക്ക് വശീകരിക്കപ്പെട്ടു പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ആദമും ഹവ്വയും വീഴാനായിട്ട് ഒരു ദിവസം എടുത്തുള്ളൂ എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട്. അല്ലാതെ പല ദിവസങ്ങൾ പിശാച് വന്ന് അവരെ അങ്ങനെ പ്രലോഭിപ്പിച്ച് വീഴിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിശാച് വന്നു, അവരെ പ്രലോഭിപ്പിച്ചു. കാരണം അവരുടെ മുമ്പിൽ വെച്ചതായിരിക്കുന്ന പ്രലോഭനം ഭയങ്കര ഒരു പ്രലോഭനമായിരുന്നു. ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ലല്ലോ ആദമും ഹവ്വയും. ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ അത്രയും ബുദ്ധിയുള്ളവരാരാ ഉണ്ടായിരുന്നേ? അത്രയും റീസണിങ് പവറും ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളതായിരിക്കുന്ന മനുഷ്യർ പിശാച് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്നങ്ങ് വീണുപോയില്ലേ നോക്കി. കാരണം ആ പിശാച് ഓഫർ ചെയ്തതെന്തായിരുന്നു? അതിൻ്റെ മുൻപിലായി വീണു പോകുന്നേ. പിശാചിനറിയാം വിശ്വാസികളെ എങ്ങനെയാണ് വീഴിക്കേണ്ടത്. അതുകൊണ്ട് അവൻ നമ്മളെ പതുക്കെ വീഴിക്കാനായിട്ടുള്ള പദ്ധതികൾ പിശാച് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മുഴുവൻ ബൈബിളിലും നമ്മളത് കാണുന്നുണ്ട്. അനേക ഭക്തന്മാരുടെ ജീവിതം നമുക്ക് ദൃഷ്ടാന്തമാണ്, നമുക്ക് മുന്നറിയിപ്പാണ്. എങ്ങനെ അതിനെ അതിജീവിച്ചു, എങ്ങനെ അതിൽ വീണു. അതിലേക്കൊന്നും പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ലോകം നമ്മളെ എങ്ങനെയാണ് വശീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. അതൊരു പ്രക്രിയയാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും തുടങ്ങുന്നതല്ല. അത് തുടങ്ങി ഇങ്ങനെ പതുക്കെ ഒരു ഗ്രാജ്വലി ഈ പ്രോസസ്സിൽ ഇങ്ങനെ നമ്മളങ്ങോട്ട് വശീകരിക്കപ്പെട്ട് നമ്മളറിയാതെ പിന്നെ അതിനകത്ത് അങ്ങ് അകപ്പെട്ടു പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറഞ്ഞു, ആദ്യം എങ്ങനെയാണ് ഇത് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ലോകസ്നേഹമാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ലോകത്തോട് നമുക്കൊരു സ്നേഹം, ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആദ്യം അങ്ങ് തുടങ്ങിയ. അങ്ങനെയാണല്ലോ എല്ലാ ഇടപാടുകളും ആരംഭിക്കുന്നത് അല്ലേ? നമ്മൾ ഒന്ന് കണ്ടു, ഇടപെട്ടു, സംസാരിച്ചു, കൂടുതൽ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണമെന്ന് തോന്നി, കുറച്ചും കൂടെ സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വരികയാണ്. ലോകത്തോടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിയുമ്പോഴോ പിന്നെ അത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? യാക്കോബ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുക. അപ്പോൾ ലോകത്തിൻ്റെ കളങ്കം പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പറ്റാനായിട്ട് തുടങ്ങും. ആദ്യം ലോകത്തോട് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു. 2, ലോകത്തിൻ്റെ കളങ്കം പതുക്കെ നമ്മിൽ പറ്റാനായിട്ട് തുടങ്ങി. പിന്നെ എന്ത് സംഭവിക്കും? പൗലോസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ റോമർ 12:2, പിന്നെ നമ്മൾ ഈ ലോകത്തോട് അനുരൂപരായി അങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സ്ലോ പ്രോസസ്സാണ് ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്.
ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങ് തുടങ്ങി, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ കളങ്കം പതുക്കെ പതുക്കെ ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഇൻറ്റിമസി കൂടി വരികയാണല്ലോ. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണല്ലോ. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു തലത്തിൽ മാത്രം നിൽക്കുകയില്ലല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധം എങ്ങനെയിരിക്കും? അത് പിന്നെ അങ്ങോട്ട് അതിൻ്റെ ആഴത്തിലേക്ക് പോവല്ലേ, അതിങ്ങനെ കൂടിക്കൂടിയാണ് വരുന്നത്. അത് കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് പറ്റും? നമ്മുടെ ജീവിതം സ്പോട്ടഡ് ആകും. നമ്മുടെ ജീവിതം കളങ്കമുള്ള, ലോകത്തിൻ്റെ കളങ്കം പതുക്കെ പറ്റാനായിട്ട് തുടങ്ങും. കളങ്കം പറ്റിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ പിന്നെ ലോകത്തിൻ്റെ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറും. നമ്മൾ പിന്നെ ലോകത്തോട് അനുരൂപരായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ തരുന്ന മുന്നറിയിപ്പ് നമുക്കും ഗൗരവമായിട്ടെടുക്കാം. ലോകത്തെ സ്നേഹിക്കരുത്. ലോകത്തിൻ്റെ പുറകെ പോയാൽ നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തെ സ്നേഹിച്ചാലുള്ള ദുരന്ത ഫലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ അത് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ദുരന്തമായിരിക്കും, ഒരു ദുരന്ത ഫലമായിരിക്കും. ആ വാക്കേ അതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ട്രാജഡി ആയിരിക്കും, അതൊരു ഡിസാസ്ട്രസ് റിസൾട്ടാണ് ലോകത്തെ സ്നേഹിച്ചാൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. എന്താ ലോകത്തെ സ്നേഹിച്ചാൽ കിട്ടാൻ പോകുന്നത്? നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണ്? 2 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി. തെസ്സലോനിക്കയിലേക്ക് പോയി എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചാലുള്ള കുഴപ്പം എന്താ? വി വിൽ ഫോർസേക്ക് ഗോഡ്. നമ്മൾ ദൈവത്തെയും ദൈവപരിപാടികളെയൊക്കെ ചിലപ്പോൾ വിട്ടുപോകും, വിട്ടുകളയാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അതൊരു വലിയ അപകടമല്ലേ? ഈ ദേമാസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ ഫിലേമോൻ്റെ ലേഖനത്തിൽ എന്താ പറയുന്നത്? കൊലോസ് ലേഖനത്തിൽ എന്താ പറയുന്നത്? കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കൂട്ടുവേലക്കാരനായിരിക്കുന്ന ദേമാസ് എന്നാ പറയുന്നത്. അവിടെ ചുരുക്കം ചില ആളുകളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, അതിലൊന്ന് ദേമാസിൻ്റെ പേരാണ്. ഫിലേമോൻ്റെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ ചുരുക്കം ചില ദൈവദാസന്മാരുടെ പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുണ്ട് ദേമാസിൻ്റെ പേര്. എന്നിട്ട് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ എന്തു പറഞ്ഞു? ഈ ദേമാസിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി. അപ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ചാൽ നാം എങ്ങോട്ടായി പോകുന്നത്? അതിൻ്റെ ദുരന്തം എന്തായിരിക്കും? നമ്മൾ ദൈവത്തെയും ദൈവപരിപാടികളെയും വിട്ടുകളയാനുള്ള അപകട സാധ്യതയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് നാം ലോകത്തെ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തെ നമ്മൾ വിട്ടുകളയാനുള്ള സാധ്യത അധികമാണ് അല്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നും, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലോ, ഞാൻ സഭയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഒക്കെ ശരിയാ. പക്ഷേ സൂക്ഷിച്ചോളണം, ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങൾ സഭയിൽ പോകുന്നതെങ്കിൽ, ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആത്മീക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെങ്കിൽ വിട്ടുപോകുന്നൊരു സമയം വരും. പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല കേട്ടോ. കാരണം ലോകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. നമ്മെ വഴിതെറ്റിക്കുവാൻ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ടുള്ള ശക്തി അതിനുണ്ട്. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ ഇല്ലാതാവുകയല്ലേ. യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിൽ വായിച്ചത് അങ്ങനെയാണ്. 15-ാമത്തെ വാക്യത്തിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അതുകൊണ്ട് ദേമാസ് വിട്ടുപോയി എന്ന് നാം വായിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തെ സ്നേഹിച്ചാൽ അതിൻ്റെ ദുരന്തം എന്താണ്? ദുരന്ത ഫലം എന്താണ്? ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ് നാം. ദൈവത്തിൻ്റെ ശത്രുവാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഭയം വല്ലതും വരുത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശത്രുവാകാന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്കുള്ള ഭയത്തിൻ്റെ ഒരു 4/1 ഭയം പോലും വിശ്വാസികൾക്കില്ല. അവിശ്വാസികൾക്ക് ദൈവത്തെ ഭയമുണ്ട് കേട്ടോ. അവർക്ക് ദൈവത്തെ ഭയമുള്ളത് കൊണ്ട് അവർ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. നമ്മളവരെ വിമർശിക്കും, നമ്മളവരെ കുറ്റപ്പെടുത്തും, നമ്മളവരെ പരിഹസിക്കും, കളിയാക്കും. നീയൊക്കെ ഇവരൊക്കെ എന്താ കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കും. അവന് ദൈവത്തെ ഭയമുണ്ട്, ദൈവത്തെ പേടിയുണ്ട്. ഏത് നിലയിലുള്ള പേടിയാണെന്നുള്ളത് വേറൊരു വിഷയം, ഞാൻ അതിലേക്കല്ല വരുന്നത്. ദൈവത്തിൻ്റെ ക്രോധത്തെ പേടിയുണ്ട് അവർക്ക്. ഇവിടെ എന്താ പറയുന്നത്? ലോകസ്നേഹം ദൈവത്തോട്
ശത്രുത്വമാകുന്നു. ഇത് അവിശ്വാസിയോടല്ലല്ലോ പറഞ്ഞത്, ഇത് വിശ്വാസിയോടല്ല പറഞ്ഞത്, ഇത് എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്നതല്ലേ. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നതിൽ വിശ്വാസികൾക്ക് ഒരു കുലുക്കവുമില്ലെങ്കിൽ, ഒരു മടിയുമില്ലെങ്കിൽ, അത് ഭയങ്കര അപകടകരമാട്ടോ. ദൈവത്തോട് ശത്രുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് ശത്രുത്വം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? സർവാധികാരിയായിരിക്കുന്ന ദൈവത്തോട് ശത്രുത്വവുമായിട്ട് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയിരിക്കും ആ ജീവിതം? നമുക്ക് തുല്യനായിരിക്കുന്ന ഒരാളോട് ഒരു ശത്രുതയൊക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ഒരു കൈ നോക്കാമെന്നുണ്ടല്ലേ. ഇനി നമ്മളെക്കാളൊക്കെ താഴെയുള്ള ഒരാളോട് ശത്രുതയെങ്കിലും നമ്മൾ എന്നാ പറയും? പോടാ പുല്ലേ എന്ന് പറയും അല്ലേ. പക്ഷേ ഇവിടെ ആരോടാ ശത്രുത്വം? ദൈവത്തോടാ ശത്രുത്വം. പേടിക്കണം കേട്ടോ. നമ്മെ നടുക്കേണ്ട ഒന്നാ, ഭയപ്പെടുത്തേണ്ട ഒന്നാ ലോകസ്നേഹം. ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോട് ശത്രുത്വം സമ്പാദിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം ബൈബിൾ വായിക്കാതിരുന്നാൽ ദൈവത്തോട് ശത്രുത്വമാകുമോ? ഒരു സഭായോഗത്തിന് പോയില്ല, അതുകൊണ്ട് ദൈവം ശത്രുവായി? ഇല്ല. ദൈവത്തോട് ശത്രുത്വം വരുന്നത് എങ്ങനെയാണ്? ലോകത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തോട് ശത്രുത്വമാണ്. അത് നമ്മെ ഭയപ്പെടുത്തണ്ടേ, അത് നമ്മെ നടുക്കേണ്ട ഒരു വാക്യമല്ലേ. ഈ വാക്യമൊക്കെ വായിച്ചിട്ട് നമുക്കൊരു നടുക്കം വരുന്നില്ലെങ്കിൽ, ലോകത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ഒരു കൂസലും ഇല്ലെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ നിൽക്കുന്നത് അപകട മേഖലയിലാട്ടോ. വലിയ അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ നമുക്ക് തരുന്ന ബുദ്ധിപദേശത്തിന് നമ്മൾ ചെവി കൊടുക്കുക. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ശത്രുവായിരുന്ന നമ്മെ ഒരു വ്യവസ്ഥയും കൂടാതെ സ്വന്തം മക്കളാക്കി തൻ്റെ പുത്രനെ നൽകി, ശത്രുക്കളായിരിക്കുന്ന നമുക്ക് വേണ്ടി പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച് അവൻ്റെ സ്വന്തം പുത്രന്മാരാക്കി നമ്മെ തീർത്തിട്ട് നമ്മളിപ്പോൾ മാറി നിന്നിട്ട് എന്ത് ചെയ്യുക? ആ ദൈവത്തെ വെല്ലുവിളിക്കുക, ആ ദൈവത്തോട് ശത്രുത്വം കാണിക്കുക. എങ്ങനെ? ലോകത്തെ സ്നേഹിക്കുന്നതിലൂടെ. അപകടമാണെന്നുള്ളത് നാം ഓർക്കുക. ലോകത്തെ നാം ഇന്ന് സ്നേഹിക്കുന്നുവെങ്കിൽ അതെത്ര വലിയ കുറ്റകരമായിരിക്കുന്ന ഒന്നാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ് ലോകത്തെ സ്നേഹിച്ചാലുള്ള മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് പറയുന്നത്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്? ലോകത്തിൻ്റെ മോഹം നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? നാശത്തിലേക്കാണെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഡിസാസ്റ്റർസ് എന്ന് പറയുന്നത്. അപ്പം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകസ്നേഹം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അത് ദൈവത്തിൻ്റെ ശത്രുത സമ്പാദിക്കുന്നതാണ്. 3-ാമത്, ലോകസ്നേഹം നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പുസ്തകനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നു: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ലോകം എന്നുള്ള വാക്ക് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നതെല്ലാം ഈ ആശയത്തിലാണ്. അപ്പോൾ ലോകത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാം പറയുന്ന ഈ ഒരു സിസ്റ്റം, കള്ളപ്രവാചകന്മാർ, അതായത് ലോകത്തിലേക്ക് പോയാലുള്ളൊരു അപകടം എന്താണ്? നമ്മൾ തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളിൽ വശീകരിക്കപ്പെട്ട് കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 2 യോഹന്നാൻ 7-ാമത്തെ വാക്യത്തിലും യോഹന്നാൻ അപ്പോസ്തലൻ അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തീയ ലോകത്തെ തെറ്റായിരിക്കുന്ന പഠിപ്പിക്കലുകളും തെറ്റായിരിക്കുന്ന പ്രാക്ടീസസിലേക്കുമൊക്കെ ആളുകൾ പോകുന്നത് എപ്പോഴാണ്? ആരാ പോയിട്ടുള്ളത്? അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കുകയും ഇവരൊക്കെ ലോകത്തിലേക്ക് ബന്ധം സ്ഥാപിച്ചവരാണ് തെറ്റിപ്പോകുന്നത്. പത്യവചനത്തെ, സത്യ ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ലോകത്തിലേക്ക് പോകുന്നവർ തെറ്റിപ്പോകും. അതിനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ ലോകത്തെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത്? ഞാൻ വേഗത്തിൽ പറയട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, സമയം കുറവായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ആ വാക്യങ്ങളെ വായിച്ചിട്ടുള്ളവരാണ്, വീണ്ടും വായിക്കണം ഈ ഒരു സന്ദർഭത്തിൽ. പിന്നീട് നിങ്ങൾ വായിക്കണം. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ് ഹൗ ടു ഓവർകം ദിസ്
ദിസ് വേൾഡ്ലി സിസ്റ്റം, ഈ ലോകത്തിൻ്റെ ഈ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും, അതിന് വേണ്ട ഒന്നാമത് എന്താ വേണ്ടത്? യാക്കോബ് ഇവിടെ പറയുന്നത് കൃപ, ദൈവത്തിൻ്റെ കൃപ. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അധികം കൃപ നൽകുന്നു. എന്താ കൃപ എന്നുള്ളത് രാവിലെ നമ്മൾ കേട്ടു. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാതെ ഞാൻ അങ്ങ് പേര് പറഞ്ഞങ്ങോട്ട് പോവുക. നമുക്ക് കൃപ അധികമായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയാ? 4-ാം വാക്യം പറഞ്ഞു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ഇത് പറഞ്ഞിട്ടാണ് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. എന്തിനു വേണ്ടിയാണ് കൃപ നൽകുന്നത്? അധിക കൃപ എന്തിനാ കിട്ടുന്നത്? ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്കുള്ള വഴി എന്താ? ദൈവത്തിൻ്റെ അധിക കൃപയിൽ ആശ്രയിക്കുക. ഓ, ദൈവത്തിൻ്റെ കൃപ, അധിക കൃപ അല്ലേ? അവൻ നമ്മളോട് കൃപ കാണിച്ചു, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. ഇനി പിന്നെ എന്താ അപ്പോസ്തലൻ പറയുന്നത്? അവൻ അധികം കൃപ നൽകുന്നു എന്നാ പറഞ്ഞേ. ഓ, ദൈവത്തിൻ്റെ കൃപ തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നതിൽ അധികമുണ്ട് ദൈവത്തിൻ്റെ കൃപ തന്നെ. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പിന്നെയും പറയുക, അവൻ അധികം കൃപ നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ലഭ്യമാട്ടോ, നമുക്ക് അവൈലബിളാണ്. ദൈവത്തിൻ്റെ കൃപ, അധികം കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി ഒരു വിശ്വാസി ലോകത്തിൽ കുടുങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒരു വിശ്വാസി ലോകത്തിന് മുമ്പിൽ തോറ്റുപോകേണ്ട ആവശ്യമുണ്ടോ? ഇനി തോറ്റു പോകുന്നുവെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? നാം തന്നെയാണ് ഉത്തരവാദി. ദൈവം അധികം കൃപ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഈ അധികം കൃപ നമുക്ക് പ്രാപിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ നമുക്ക് ആശ്രയിക്കണം. കൃപയെക്കുറിച്ച് അവയോത്സവം ധാരാളം വിശദീകരിച്ച് രാവിലെ ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം കൃപയിൽ അധിഷ്ഠിതമായിരിക്കണം. ക്രിസ്തീയ ജീവിതം കൃപയിൽ അധിഷ്ഠിതമായിരിക്കണം. പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം ആണ് നമ്മുടെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. അങ്ങനെ പരിചയിച്ചും പരിശീലിച്ചും നമ്മൾ പോകുന്ന രീതി എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ അങ്ങ് ആശ്രയിച്ച്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുക, വേറെ ഒന്നും വേണ്ട. കർത്താവേ, നിൻ്റെ കൃപയിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് ഈ ലോകത്തെ അതിജീവിക്കുവാൻ, അങ്ങയോടൊപ്പമുള്ള എൻ്റെ നടപ്പിൽ എനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ലോകത്തെ മറികടക്കുവാൻ എനിക്ക് അങ്ങയുടെ കൃപ മാത്രം മതി. ആ കൃപയിൽ അങ്ങ് ആശ്രയിക്ക്. ആ കൃപയുടെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്ക്. ദൈവം അധികം കൃപ നമുക്ക് തരും. ഈ കൃപയും നമുക്ക് സാധ്യമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇനി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി തോറ്റുപോകുന്നത്? ഇനി തോറ്റുപോകേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ നമ്മൾ അത്രയും അങ്ങോട്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആശ്രയിക്കാൻ നമ്മൾ ചിലപ്പം മെനക്കെടാറില്ല. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു കൈയൊക്കെ ഒന്ന് നോക്കാനൊക്കെയുള്ള ഒരു താല്പര്യം നമുക്കുണ്ട്. നമ്മളതാണല്ലോ ശീലിച്ചും ചെയ്തും കണ്ടും കേട്ടും ഒക്കെ പോകുന്നത്. നമ്മുടേതായിരിക്കുന്ന ഒരു പ്രയത്നം കൂടെ, അതായത് നമുക്ക് നമ്മുടേതായിരിക്കുന്ന പ്രവൃത്തി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ, അധികം കൃപയിൽ ആശ്രയിക്കുക. താഴേക്ക് യാക്കോബ് പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ അധികം കൃപയിൽ ആശ്രയിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അത്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഈ അധികം കൃപ എപ്പോഴാണ് കിട്ടുന്നത്? ദൈവത്തിന് കീഴടങ്ങണം. അപ്പോൾ ദൈവത്തിൻ്റെ അധികം കൃപ നമുക്കുണ്ട്. നമ്മൾ ദൈവത്തിനങ്ങ് കീഴടങ്ങിയാൽ മതി. ഈ ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് നമുക്കൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. എന്താ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ? എനിക്ക് വിശദീകരിക്കാനായിട്ട് ധാരാളം ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. ഈ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാരെങ്കിലും കീഴടങ്ങാൻ ഇഷ്ടമുള്ള ആളുകളാണോ? നമ്മുടെ അടിസ്ഥാന പ്രകൃതം എന്താ? നമ്മുടെ അടിസ്ഥാന സ്വഭാവം എന്താ? കീഴടങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം. വിട്ടുകൊടുക്കില്ല നമ്മൾ, അല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും കീഴടങ്ങുമോ? സഹോദരന്മാരുടെ ബന്ധത്തിൽ, സഭയിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, സമൂഹത്തിൽ എവിടെയെങ്കിലും നമ്മൾ കീഴടങ്ങാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണോ? നിവൃത്തികേടുകൊണ്ട് കീഴടങ്ങുന്ന ആളുകളാണ് നമ്മൾ. സഭയിൽ പലരും കീഴടങ്ങുന്നത് നിവൃത്തികേടുകൊണ്ടാണ്.
ഓഫീസിൽ കീഴടങ്ങുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. കീഴടങ്ങിയില്ലെങ്കിലോ ചില റിമാർക്സൊക്കെ നമ്മുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെൻറ്റിനെ അത് ബാധിക്കും. അത് നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കീഴടങ്ങും. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അടിയറവ് വയ്ക്കുക, സമ്മതിക്കുക, തോൽവി സമ്മതിക്കുക. ഞാൻ അയോഗ്യനാണ്, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ വട്ടപൂജ്യമാണ് എന്ന് പറയുക. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ വട്ടപൂജ്യമാണോ? ആര് പറഞ്ഞു നമ്മൾ വട്ടപൂജ്യമാണെന്ന്? നമ്മളാരാണ്? നമുക്ക് കോളർ കുലുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. ദൈവത്തിന് കീഴടക്കുക. കർത്താവിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സെഞ്ചൂറിയൻ്റെ ഒരു ശതാധിപൻ്റെ ഭൃത്തിനെ സൗഖ്യമാക്കാനായിട്ട് യഹൂദന്മാർ ഒരു ശുപാർശയുമായിട്ട് വന്നല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? നീ അവന് ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാന്ന് പറഞ്ഞു. എന്താ കാരണമെന്നറിയോ? അവൻ ഞങ്ങൾക്കൊരു പള്ളി പണിയിപ്പിച്ച് തന്നിട്ടുണ്ട്. യോഗ്യനാന്ന് പറഞ്ഞു. നമുക്കങ്ങനെ അന്വേഷിച്ചാൽ നമുക്കൊക്കെ ഉണ്ട് എന്തൊക്കെയോ യോഗ്യതകൾ, എവിടെയൊക്കെയോ കിടപ്പുണ്ട്. നമുക്കെല്ലാം ക്ലെയിം ചെയ്യുവാൻ, നമുക്കൊക്കെ മുറുകെ പിടിക്കുവാൻ, പറയുവാൻ കുറച്ച് യോഗ്യതകളുണ്ട്. മുടിയനായ പുത്രൻ്റെ ആ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കേ. ആ മൂത്ത പുത്രൻ, ആ വീടിനകത്ത് വീട്ടിൽ അപ്പൻ്റെ കൂടെ ജീവിക്കുന്ന ഈ പുത്രൻ, അവൻ എന്ത് ചെയ്തു? അവൻ അപ്പനോട് പറഞ്ഞില്ല, അപ്പാ ഞാൻ ഇന്നേ വരെ നിൻ്റെ ഒരു വാക്ക് പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, എനിക്ക് യോഗ്യതയുണ്ട്, പക്ഷെ നീ എനിക്കൊരു ആട്ടിൻകുഞ്ഞിനെ പോലും തന്നില്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇളയ പുത്രൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അപ്പാ ഐ ആം അൺവർതി, എനിക്ക് ഒരു യോഗ്യതയില്ല അപ്പാ. നോക്കിക്കേ, രണ്ടുപേരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാൻ ഇഷ്ടം, നമുക്ക് പറയാൻ എപ്പോഴും താല്പര്യം എന്നാണെന്നറിയോ? നമുക്ക് ചില യോഗ്യതകളുണ്ട്. അടിയറവ് പറയുക, സമ്മതിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. അപ്പോൾ കർത്താവ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കിട്ടും? അധികം കൃപ കിട്ടും. എന്നിട്ട് പിന്നെ താഴേക്ക് പറയുക, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് താണു കഴിയുമ്പോൾ, ദൈവത്തിന് അധികം കൃപയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിശാചിനോട് എതിർത്ത് നിൽക്കുക. അവൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ലോകം പിന്നെ നമ്മെ സ്വാധീനിക്കില്ല. ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ലോകത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സംബന്ധം ആരുമായിട്ടാണെന്നറിയോ? പിശാചുമായിട്ടാണ്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമല്ലേ, അവനല്ലേ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവൻ്റെ കയ്യിൽ ആ ചരട് മുഴുവൻ. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകരുതെന്ന കർത്താവ് പറഞ്ഞു. അവൻ നമ്മളെ വിട്ട് പോകണം. അവൻ നമ്മുടെ അടുത്ത് നിന്നാൽ നമുക്ക് സാധിക്കില്ല. അവൻ നമ്മെ വിട്ട് പോകണം. അവൻ നമ്മെ വിട്ട് പോകണമെങ്കിലോ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവൻ്റെ അമിത കൃപയിൽ അങ്ങ് ആശ്രയിക്കുക, അവൻ്റെ സന്നിധിയിൽ താഴുക, അവൻ നമ്മളെ വിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. എത്ര ഈസിയാ, എത്ര എളുപ്പമുള്ളൊരു മാർഗമാണ് അത്. നമ്മൾ എന്തെങ്കിലും ചെയ്യണോ അതിന്? നമ്മൾ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ദൈവത്തോട് അടുത്ത് ചെന്നാൽ മതി. ദൈവത്തിൻ്റെ അമിത കൃപയിൽ ആശ്രയിച്ചാൽ മതി. 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇരുമനസ്സുപേക്ഷിക്കുക. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. ഈ രണ്ട് മനസ്സുമായിട്ട് ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഒരു മനസ്സാണ്. പകുതി ഇവിടെയും പകുതി അവിടെയും. ലോകത്തിലും വേണം നമുക്കൊരു കാല്, ദൈവത്തിൻ്റെ അടുത്തും വേണം നമുക്കൊരു കാല്. ഈ രണ്ട് കാലും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പോകാനായിട്ട് നോക്കുക. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത വാക്യത്തിൽ യാക്കോബ് പറയുക, വിലപിച്ച് കരഞ്ഞോളാൻ പറഞ്ഞു. 9-ാമത്തെ വാക്യം, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ. ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ പറഞ്ഞ് അവസാനം അവിടെ തന്നെ അവസാനിപ്പിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ ചിരി നിർത്തിയിട്ട് ദുഃഖിക്കാൻ പറഞ്ഞു. എന്താ നമ്മൾ ചിരിക്കുന്നത്? എന്താ നമ്മളൊക്കെ ഇന്ന് ചിരിക്കുക? എങ്ങനെയാ? ഇത് ഏത് ചിരിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോസ്തലൻ? ലോകത്തിൻ്റെ മുമ്പിലിരുന്ന് ചിരിക്കുക. നമ്മൾ ലോകം ചിരിക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് നമ്മളും ചിരിക്കുക. പക്ഷെ യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ ചിരി ദുഃഖമായി തീരട്ടെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ, അവരവിടെ ഇരുന്ന് ചിരിച്ചാൽ നമുക്ക് എന്ത് തോന്നും?
ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് മിക്കവാറും ഏറ്റവും അടുത്ത ആളുകളായിരിക്കുമല്ലോ. അവരവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചാൽ കണ്ടു നിൽക്കുന്ന ആളുകൾ എന്ത് പറയും? നമ്മൾ ഒന്നുകിൽ അവരോട് എഴുന്നേറ്റ് പോകാൻ ചിലപ്പോൾ നമ്മൾ സഖി കെട്ട് കഴിയുമ്പോൾ പറയേണ്ടതായിട്ട് വരും. യാക്കോബ് പറയുന്നത് എന്താ? നിങ്ങൾ ചിരി എന്ന് ദുഃഖമാകട്ടെ എന്ന് പറഞ്ഞു. അതായത് നമ്മളിരുന്ന് ചിരിക്കുക. എവിടെ ഇരുന്നാണ് ചിരിക്കുന്നത്? ലോകത്തിൻ്റെ കൂടെ ഇരുന്ന് നമ്മളും ചിരിക്കുക. യാക്കോബ് പറഞ്ഞു, ഈ ചിരി വിഷാദമാകട്ടെ, ഇത് ദുഃഖമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ലോകത്തിൻ്റെ മുമ്പിൽ? നിങ്ങളുടെ ചിരി വിഷാദമായിട്ട്, ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. അപ്പോൾ നമ്മുടെ ഇരു മനസ്സ് നമുക്ക് ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവകൃപ നമുക്ക് ധാരാളം കിട്ടും. അങ്ങനെ നമുക്ക് ലോകത്തെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. എൻ്റെ സമയം തീരെയാണല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ ഓടിച്ച 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ലോകം നമ്മെ വീഴിക്കുന്ന 3 പടികളെക്കുറിച്ച് ഞാൻ പറയാം. ലോകത്തിലേക്ക് നമ്മൾ വീഴുന്ന, വഴുതി പോകുന്ന ചില പടികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, നമ്മൾ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ച് നോക്കിക്കൊള്ളുക. ആ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ആശയം ഞാനങ്ങ് പറയാം. അതായത് ഈ ചില കാര്യങ്ങൾ നാം അങ്ങ് ചെയ്ത് മനം തഴമ്പിച്ചവർ, ഈ തഴമ്പ് പിടിക്കും നമ്മുടെ ജീവിതത്തിൽ. ഈ തഴമ്പ് പിടിച്ചാലുള്ള പ്രശ്നം എന്താ? ഈ ഗിറ്റാർ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഈ ഗിറ്റാർ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഈ 4 വിരലുകൾ അല്ലേ, 5 വിരലും പറ്റുമെന്ന് എനിക്ക് വേണം. ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ച് വീട്ടിലിരുന്ന് പിള്ളേരും അവരൊക്കെ പഠിക്കുമ്പോൾ അവരിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ആ സ്ട്രിങ്സിൽ ഇങ്ങനെ ഒരഞ്ഞ് ഈ 4 വിരലിൻ്റെ അഗ്രം അങ്ങോട്ട് പൊട്ടും, ചോര വരും ചിലപ്പോൾ. പക്ഷെ നല്ല ഗിറ്റാറിസ്റ്റായി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയോ? നിങ്ങൾ പിന്നെ ഏത് സ്പീഡിൽ ഏത് മോഷനിൽ നിങ്ങളുടെ കൈകൾ നിങ്ങളിട്ട് ചലിപ്പിച്ചാലും പിന്നെ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? ഈ 4 വിരലിൻ്റെയും അറ്റത്ത് തഴമ്പ് വന്നു. ഈ തഴമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെൻസേഷൻ പോയിട്ടോ. നമുക്കറിയാം, നമ്മളൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, തഴമ്പ് പിടിച്ച കൈ കൊണ്ട് ചൂടുള്ള സാധനം പിടിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ലോകത്തെ പിടിച്ച് കൈക്ക് എന്ത് പറ്റിയെന്നറിയോ? തഴമ്പ് വന്നുപോയി. തഴമ്പ് വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു സെൻസേഷനും ഇല്ല. ഇനിയിപ്പോൾ ലോകത്തെയാണോ നമ്മൾ പിടിക്കുന്നത്, ലോകത്തിലേക്കാണോ, ലോകത്തെ കയറി കെട്ടി പിടിച്ചേക്കുവാണോ, ലോകത്തിലേക്ക് ആണോ നടക്കുന്നതൊന്നും ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല. കാരണം കാലിനൊക്കെ നല്ല തഴമ്പായിപ്പോയി, കൈക്ക് നല്ല തഴമ്പായി, ഹൃദയത്തിന് നല്ല തഴമ്പായി. സൂക്ഷിച്ചോളം. തഴമ്പ് അധികം പിടിച്ചുവെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾ എപ്പോഴാണ് വീഴുന്നതെന്നുള്ളത് ചോദിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വീഴ്ചയുടെ പടി. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ പിന്നെ ഒത്തുതീർപ്പിലേക്കും വിട്ടുവീഴ്ചയിലേക്കും പോവുകയാണ്, കോംപ്രമൈസിലേക്ക് പോവുകയാണ്. അതായത് ദൈവജനത്തിന് പിന്നെ എന്ത് വന്നാലും പിന്നെ ഒരു കുലുക്കവുമില്ല. പിന്നെ മോശമായിരിക്കുന്ന, മ്ലേച്ഛമായിരിക്കുന്ന, ലൗകികമായിരിക്കുന്ന, ലോകം വിലമതിക്കുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് അതിനകത്ത് നമ്മുടെ ഒരു ഉളുപ്പുമില്ല എന്ന് നമ്മൾ പറയില്ല, ഒരു കൂസലുമില്ലാതെ പിന്നെ നമുക്കങ്ങോട്ട് ചെയ്യാനായിട്ട് നമ്മളോട് സാധിക്കും. വിട്ടുവീഴ്ചയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മേഖലയിലും വിട്ടുവീഴ്ചയല്ലേ. കടുംപിടുത്തം ആർക്കും ഇഷ്ടമല്ലോ അല്ലേ. എല്ലാവരും പറയുന്നത് എന്താ? അത് വിട്ടുകൊടുക്കുന്നതല്ലേ. ലോകം എന്താ പറയുന്നത്? ഓ, അത് നിസ്സാര ഒരു കാര്യമില്ല, അതങ്ങോട്ട് വിട്ടുകൊടുക്കും സാർ, അതങ്ങോട്ട് പ്രശ്നമില്ലെന്നേ, അവിടെ അങ്ങോട്ട് പൊക്കോന്നേ, അതങ്ങോട്ട് കേട്ടോന്നേ, അതങ്ങോട്ട് പറഞ്ഞോന്നേ. ഓ, ഒരു പ്രാവശ്യം ഇപ്പോൾ അത് ചെയ്തെന്നോർത്ത് ഇപ്പോൾ എന്നാ കുഴപ്പം? നമ്മൾ എന്നും ഇതൊക്കെ ചെയ്യണുണ്ടോ? ഇല്ല. പക്ഷേ ഒത്തുതീർപ്പും വിട്ടുവീഴ്ചയും നമ്മളെ അവസാനം കൊണ്ടുപോയി എത്തിക്കുന്നത് വലിയ അപകടത്തിലാണ്. മീഡിയാസിൽ വരുന്ന, മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും നമുക്ക് ഒരു ഒത്തുതീർപ്പ് വിട്ടുവീഴ്ച മനോഭാവം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉളവായിക്കൊണ്ടിരിക്കുക. അത് തഴമ്പിച്ച് പിന്നെ അവസാനം എന്ത് പറ്റും? റോമർ 12:2 പറഞ്ഞ പോലെ നമ്മുടെ രൂപം പിന്നെ എന്താകും? ഈ ലോകത്തോട് അനുരൂപരാകരുത്. നമ്മൾ പിന്നെ ഈ ലോകത്തോട് അനുരൂപരായി നമ്മളങ്ങോട്ട് മാറും. ദൈവത്തിന് ആരാധനയായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരുന്നതിന് പകരം നമ്മുടെ ജീവിതം എന്തായിട്ട് മാറും? ഈ ലോകത്തോട് അനുരൂപരായിട്ട് നമ്മൾ മാറി. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ രൂപം പിന്നെ എന്തായി? ഇപ്പം നമ്മളെ കണ്ടാൽ എങ്ങനെയുണ്ട്? ലോകത്തെ നമ്മളെയും കൂടെ കണ്ടാൽ ഒന്ന് ഒത്തു നോക്കിയാൽ എങ്ങനെയുണ്ട്? ഓ, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇത് ലോകം, ഇത് വിശ്വാസി.
എന്നാ വ്യത്യാസമുള്ള? വലിയ വ്യത്യാസമൊന്നുമില്ല. ഏറെക്കുറെ ഒരേ രൂപമായി. ഇപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ഒരേ രൂപമാ. ഇതാ അപ്പോസ്തലൻ പറഞ്ഞ് ലോകത്തോട് പിന്നെ ഞങ്ങൾ അനുരൂപരായി കഴിഞ്ഞു. സഭയിലൊക്കെ ഉണ്ട്. പക്ഷേ എന്നാ പോകുന്നതെന്നുള്ളത് സൂക്ഷിച്ചോട്ടോ. ഈ ആടുകൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഇടയനായിരിക്കുന്ന ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഈ ആടുകൾ ഇങ്ങനെ കൂട്ടത്തോടുകൂടി ഇങ്ങനെ മേഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി കുറച്ചൊക്കെ കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ 1-2 ആടിങ്ങനെ ഈ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വിട്ട് നിൽക്കും. അപ്പോൾ ഇടയനിങ്ങനെ ഇപ്പം ഇന്നത്തെ രീതിയിലാണെങ്കിൽ മൊബൈൽ കയ്യിലുണ്ടല്ലോ. പണ്ടത്തെ രീതിയിൽ ഇന്നത്തെ രീതിയിലാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ എന്തെല്ലാം കാണാനുണ്ടല്ലോ, എന്തോരം കേൾക്കാറുണ്ട്, എന്തെല്ലാം കാണാനുണ്ട്. അതിങ്ങനെ കണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം മരച്ചോട്ടിലൊക്കെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുക. ഇടയ്ക്ക് പുള്ളി കണ്ട് തലയുയർത്തി നോക്കും. അപ്പോൾ ആട്ടുംകൂട്ടമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മൊബൈലൊക്കെ കണ്ട് ഇങ്ങനെ ഒന്നോടെ തലയുയർത്തി നോക്കുമ്പോൾ 1-2 ആടുകൾ ഇങ്ങനെ ഒരല്പം വിട്ട് നിൽക്കുകയാണ്. പിന്നെ പുള്ളി മൊബൈലിലൊക്കെ ഇങ്ങനെ നോക്കി, പിന്നെ തലയുയർത്തി നോക്കിയപ്പോൾ ആ മാറി നിന്ന 2 എണ്ണത്തിൽ ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. കുറച്ച് സമയം അവിടെ കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്തതിനെയും കാണുന്നില്ല. ഇങ്ങനെ ഈ ആടുകൾ വഴിതെറ്റി പോകുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ എവിടെയുണ്ട്? ആ സഭയിലുണ്ട്, പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, ആരാധിക്കുന്നൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്പിരിറ്റും നമ്മുടെ നിൽപ്പും നമ്മുടെ സ്വഭാവവും ലോകത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ അധികം കാലമൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. ഒരു ദിവസം നമ്മളും പോകും. ദേമാസിൻ്റെ വഴിയിൽ നമ്മളും പോകും. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകം നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ലോകത്തിൻ്റെ വെല്ലുവിളിയെ നമ്മൾ ഏറ്റെടുത്തെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് പറ്റുകയുള്ളൂ. ലോകത്തോടൊപ്പം നടക്കുന്ന ഒരാൾക്ക് കർത്താവിനോടൊപ്പം ഉള്ള നടപ്പ് ആസ്വദിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ലോകത്തെ നമുക്ക് ശത്രുവായിട്ട് എണ്ണി ലോകത്തിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ദൈവത്തോടൊപ്പം നമുക്ക് നടക്കാം. ദൈവത്തോടൊപ്പം ഇന്ന് നമ്മെ കണ്ടാൽ നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താ, നമ്മുടെ മൂല്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ പ്രകൃതം എങ്ങനെയാണ്, നമ്മുടെ രൂപം എങ്ങനെയാണ്? നമ്മൾ ലോകത്തോടൊപ്പം നടക്കുന്ന ആളായിട്ട് തോന്നുമോ അതോ ദൈവത്തോടൊപ്പം നടക്കുന്ന ആളായിട്ട് തോന്നുമോ? ദൈവത്തിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ദൈവത്തോടൊപ്പം നടക്കുന്നവർക്കില്ലേ ഒരു രൂപമില്ലേ? അവർക്കൊരു പ്രത്യേകതയില്ലേ? അവർക്കൊരു ലൈഫ് സ്റ്റൈലില്ലേ? പത്രോസ് കർത്താവിനെ ഒറ്റക്കൊടുക്കുന്ന ആ സമയത്ത് ആ പെൺകൊച്ച് പത്രോസിനോടൊരു വാക്ക് പറഞ്ഞല്ലോ, നീയും അവനോടുകൂടെ ഉള്ളവൻ. അതെങ്ങനെ മനസ്സിലായി? അല്ല എൻ്റെ പെങ്കൊച്ച്, നിനക്ക് വട്ടുപിടിച്ചോ, നിനക്ക് തെറ്റിപ്പോയി, നീ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറയാൻ പത്രോസ് ഒത്തിരി പണിപ്പെട്ടു. പക്ഷെ അവൾ ഒരു വാക്ക് പറഞ്ഞു, നിൻ്റെ ഉച്ചാരണം അത് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏത് വെളിപ്പെടുത്തുന്നുണ്ട്? നീ അവനോടുകൂടെ നടക്കുന്ന ഒരുവനാണെന്നുള്ളത് നിൻ്റെ ഉച്ചാരണം വെളിപ്പെടുത്തുന്നു, നിൻ്റെ പ്രകൃതം വെളിപ്പെടുത്തുന്നു, നിൻ്റെ ലൈഫ് സ്റ്റൈൽ വെളിപ്പെടുത്തുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെളിപ്പെടുത്തുമോ നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുന്നവരാണെന്നുള്ളത്? നമ്മുടെ പ്രതികരണം വെളിപ്പെടുത്തുമോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വെളിപ്പെടുത്തുമോ? നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുമോ നാം അവനോടുകൂടെ നടക്കുന്ന ആളുകളാണെന്നുള്ളത്? അത് ലോകത്തോടൊപ്പം നടക്കുന്ന ആളുകളാണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന പ്രതികരണവും വാക്കുകളും പ്രവൃത്തികളും ജീവിത രീതിയും രൂപമൊക്കെയാണോ നമുക്കെന്നുള്ളത്? ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ലോകത്തോടൊപ്പം നടന്നിട്ട് നമുക്ക് എന്താ നേടാനുള്ളത്? ഒഴിഞ്ഞു പോകുന്ന ഈ ലോകം, ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന ലോകം, നശിച്ചു പോകുന്നതായിരിക്കുന്ന ഈ ലോകം, ദൈവത്തെ വിട്ടുകളയുന്നതായിരിക്കുന്ന ഈ ലോകം, ഇതിനെ നമ്മൾ സ്നേഹിച്ച് ദൈവത്തോടൊപ്പമുള്ള നടപ്പിൻ്റെ ആ അത്യുന്നതമായിരിക്കുന്ന അനുഭൂതി, ആ ത്രില്ല് നമ്മൾ നഷ്ടപ്പെടുത്തി കളയല്ലേ പ്രിയ സഹോദരങ്ങളെ. നമുക്ക് ദൈവത്തോടൊപ്പം നടക്കാം. ദൈവം ഈ വെല്ലുവിളികളെ അതിജീവിച്ച് ദൈവത്തോടൊപ്പം നടന്ന് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുവാൻ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.